പണപ്പെട്ടി ആദില എടുത്തോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെട്ടി ടാസ്ക്കാണ്. പണപ്പെട്ടി ടാസ്കിൽ ഇന്നത്തെ കൊടുത്തേക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ബിഗ് ബാങ് വീക്ക് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ടാസ്കിന് പ്രത്യേകതയുണ്ട്. ഈ പോപ്പർ പൊട്ടിക്കണ പോലെയാണ് ഈ പൈസ വിതറി ഇടുന്നത്. ബിഗ് ബോസ് അങ്ങോട്ട് പൈസ വിതറി ഇട്ട് കൊടുക്കുവാണ്. അവർ ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഒരു പോപ്പർ പോലത്തെ സംഭവത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ടു. അവരെല്ലാവരും ഞെട്ടിപ്പോയി. പിന്നെ പൈസയൊക്കെ പോയി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ നെവിൻ വന്നിട്ട് പൈസ എടുക്കുന്നത്. നെവിൻ്റെ അടുത്ത് നൂറ പറയുന്നുണ്ട് നെവിൻ പൈസ എടുക്കരുതെന്ന്. അത് കഴിഞ്ഞിട്ട് നെവിൻ അക്ബറിനോട് പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു പണപ്പെട്ടി എടുത്തേ പറ്റൂന്ന്. ബിഗ് ബോസ് തരോ തരാതിരിക്കുമോ, അത് ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്യട്ടെ എന്നും പറയുന്നുണ്ട്. ഈ ഒരു പൈസ എന്ന് പറഞ്ഞാൽ റിയൽ പൈസയല്ല, പ്ലാസ്റ്റിക്കിൻ്റെ പൈസയാണ്. അത് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ക്യാഷായിട്ട് കൊടുക്കുമായിരിക്കും. എല്ലാവരും മാക്സിമം കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പിക്കി കാണുന്ന പോലെയാണ് ആ ഒരു സംഭവം പൊട്ടിത്തെറിച്ച് വന്നത്. ഇപ്പോൾ ലൈവിൽ കാണുന്നത് നെവിൻ ആദിലേക്ക് നെവിൻ പറക്കിയ പൈസ കൊടുക്കുന്നതാണ്. അതിൻ്റെ പിക്ക് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മേ ബി നമ്മുടെ സാധാ സീസണിലുള്ള പോലെ പണപ്പെട്ടി പോലെ കൊടുക്കുമായിരിക്കും. ഇതിൽ ആദില എടുക്കാനാണ് 95% അല്ലെങ്കിൽ 99% ചാൻസ്. നെവിന് എടുക്കാൻ ചാൻസ് കൊടുത്തായിരുന്നെങ്കിൽ നെവിന് എടുത്തേനെ. ബാക്കിയുള്ളവരാരും അങ്ങനെ ചാൻസ് കാണുന്നില്ല. എന്തായാലും നൂറ പണപ്പെട്ടി എടുക്കത്തില്ല. പിന്നെ ഇവർക്ക് മണി എന്ന് പറയുന്ന ടാസ്ക് കൊടുത്തു. ഈ ഒരു ടാസ്ക് തീരണ വരെ ഏറ്റവും ലാസ്റ്റ് ആരാണോ വരുന്നത് ആ ആൾക്ക് 25,000 രൂപ കിട്ടും. ഇതെങ്ങാണ്ട് കഴിഞ്ഞ സീസണിലുണ്ടായ ടാസ്ക്കാണ്. ബസർ അടിക്കുമ്പോൾ ഇവർ അനങ്ങാണ്ട് നിൽക്കണം. ആ ഒരു മണിയുടെ ഒച്ച വയ്ക്കുന്നവർ ഔട്ടാവും. ലാസ്റ്റ് അങ്ങനെ ആരും ഔട്ടായില്ല. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് ഒറ്റക്കാലിൽ നിൽക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിൽ ആര് പണപ്പെട്ടി എടുക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആക്കുക. പിന്നെ നടക്കുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ലൈവ് അപ്ഡേറ്റ് വരാം. ബൈ.